ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പ്രയോറിറ്റി. മെയിൻ നമ്മുടെ ലൈഫിൽ വേണ്ട മെയിൻ ഒരു സംഭവമാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്പിലായാലും ഇപ്പോൾ ലൈഫിലെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ കൂടുതൽ കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് കൂടുതൽ നമ്മളൊരു പേഴ്സണിനെ ചൂസ് ചെയ്യുക. മീൻസ് നമ്മുടെ കംഫർട്ട് നോക്കിയിട്ടും എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളുടെ കംഫർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. മീൻസ് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ആൾക്കാരായിക്കോട്ടെ, നമുക്കൊരു നമുക്കൊരു ഓക്കെ ആണ് എന്നുള്ള ഒരു പേഴ്സണിനോടായിരിക്കും കൂടുതൽ നമ്മൾ കംഫർട്ടിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. എവറി പേഴ്സൺ, ഏത് പേഴ്സണായിക്കോട്ടെ, നമ്മളെ മറന്നിട്ട് നമ്മൾ എന്തും ചെയ്ത് കൊടുക്കും. മീൻസ് ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് പറഞ്ഞ എൻ്റെ അനുഭവത്തിൽ. പറയുക, ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. എന്നുവെച്ചാൽ എനിക്കിതിരി ആത്മാർത്ഥത കൂടുതലാണ്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള ആരും ഇപ്പം എൻ്റെ കൂടിയില്ല. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ കൂടുതൽ കംഫർട്ടായി നിന്നിട്ടുള്ള പലരും ഇപ്പോൾ എൻ്റെ കൂടിയില്ല. എന്ന് വെച്ചാൽ ഒരു ആവശ്യവസ്തുവാണ്. നമ്മളെ മറന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി വെച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേക്ക്. അതൊരു വല്ലാത്ത ഫീലാണ്. മീൻസ് നമ്മൾ കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മളെ മറന്നിട്ട് നമ്മൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താലും എന്തൊക്കെ ആവശ്യം നിറവേറ്റി കൊടുത്താലും പക്ഷേ അത് ഇങ്ങോട്ടില്ലെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ പട്ടിയെ പോലെ, മീൻസ് ഒരു പാവ. അവർക്കൊരു അങ്ങനെ ആയിരിക്കാം, ഒരു പാവയുടെ പോലെയൊക്കെ ആയിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ആ ടൈമിലൊന്നും ആലോചിക്കില്ല. മീൻസ് എൻ്റെ ഫ്രണ്ടാണ്, ഓക്കെയാണ്, നമുക്ക് ട്രസ്റ്റബിളാണ്, അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഏതൊരു കംഫർട്ട് സോണിലായിട്ടും അവർക്കും കൂടിയും ഒരു ശല്യാവാതെ നോക്കുക. മീൻസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അതും തിരിച്ച് കിട്ടിയില്ലെങ്കിലല്ലോ ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ തനിച്ചായാലും കുഴപ്പമില്ല, പക്ഷേ ആർക്കും ശല്യം വന്നിരിക്കുക. അതാണ് മെയിൻ തിങ് നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മളൊന്നിനു വേണ്ടി ഫോഴ്സ് ചെയ്ത് എന്തായിക്കോട്ടെ, ജോബായാലും ഇപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായാലും മീൻസ് എന്ത് പ്രശ്നം, ഫാമിലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒന്നിനു വേണ്ടിയിട്ടും എന്ത് കിട്ടാൻ ഫോഴ്സ് ചെയ്തു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒന്നാമത്തെ ഈ കാര്യം ശ്രദ്ധിക്കാം. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നു, എല്ലാവരും ഒരേപോലെ അല്ല, അത് വേറെ കാര്യം. പിന്നെ ഇനി എന്തെങ്കിലും ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്ത് ഫ്രണ്ട്ഷിപ്പായാലും ഏത് നാട്ടുകാരനായാലും ശരി, ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നിനും കൊടുക്കരുത്. നമ്മളെ മറന്നിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോകരുത്. അതിൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞൊരു മൂഞ്ചൽ ലൈഫാണ് ഗൈസ്. സോ നിങ്ങൾക്കും അങ്ങനെ അവസ്ഥ വരാണ്ടിരിക്കാനാണ് പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എൻ്റെ ഒരു ലൈഫാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സോ തിങ് ഈസ് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. അങ്ങനെയല്ല, എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഏത് കംഫർട്ട് സോണിലാണല്ലോ ആ കംഫർട്ട് സോൺ വെച്ച് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്കും അവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം. പിന്നെ എന്താ പറയുക, ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു മോട്ടിവേഷനല്ല, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടാവും. സോ ഒറ്റയ്ക്കായ സിംഗിൾ മീൻസ് അലോൺ, ആവശ്യം കഴിഞ്ഞ ആൾക്കാർ ഒഴിവാക്കി, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലല്ലോ, ഒന്ന് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് നിങ്ങൾ കണ്ണടച്ച് നിന്നിട്ട് ഒറ്റയ്ക്ക് റൂമിൽ, എനിക്കൊരു സ്വഭാവമുണ്ട്, ഒറ്റയ്ക്ക് റൂമിലിരുന്ന് കണ്ണാടി മുന്നിൽ വെച്ച് സംസാരിക്കും. ഞാൻ അങ്ങനെയാണ്, ഒന്ന് സൈലൻ്റ് ആവും, എന്നിട്ട് മിററിൻ്റെ മുന്നിലിരുന്ന് ഒന്നിಗೆ സംസാരിക്കും. എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ആ മിററിൻ്റെ മുന്നിൽ നോക്കിയിരുന്ന് സംസാരിക്കും. ആ വിഷമങ്ങൾ അവിടെ തീർക്കും. പിന്നെ ഇടയ്ക്ക് തോട്ടത്തിൽ പൂക്കളോട് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ നല്ലത്, അതൊരു റിഫ്രഷ്മെൻ്റാണ് മൈൻഡിനായാലും
നമ്മളെ മെൻ്റൽ ഹെൽത്തിനായാലും. സോ അതൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാനാണ് ഗൈസ് ഈ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ഏത് രീതിയിലെടുക്കുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ബിലോ കമൻറ്റ്. അപ്പോൾ പ്രയോറിറ്റി ഇസ് ദ മെയിൻ തിങ്. ആർക്കും ആരുടേതും ചെന്ന് വീഡിയോ എടുക്കും. പിന്നെ നമുക്ക് അതൊരു വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും പിന്നീട് നമ്മൾ അത് അനുഭവിക്കുക. സോ എന്തായാലും കംഫർട്ട് സോൺ നോക്കിയിട്ട് ചെയ്യുക, പ്രവർത്തിക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇനിയും ഇങ്ങനത്തെ ഓരോ മോട്ടിവേഷൻ ഞാൻ വരുന്നതായിരിക്കും. സോ സീ യു സൂൺ.